ഹലോ, ജിഞ്ചർ ക്യാപ്സിയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ബ്രൊക്കോളി വെച്ച് പെട്ടെന്നൊരു 5 മിനിറ്റ്സിലൊരു പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റിനായാലും ലഞ്ചിനായാലും ഡിന്നറിലായാലും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇൻഗ്രീഡിയൻസ് കാണാം. ഒരു സവാള, കുറച്ച് മല്ലിയില, ഒരു ചെറിയൊരു ബ്രൊക്കോളി, തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി, ഒരു ക്യാരറ്റും 3 ചെറിയ പൊട്ടറ്റോയും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, ഒരു പച്ചമുളകും. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് തേങ്ങാപ്പാൽ പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് തേങ്ങ പാലെടുക്കാം. കുക്കർ ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിക്കാം. സവാള ഇടാം. ഒന്ന് ഇളക്കിയിട്ട് തക്കാളി ഇടാം. അതും ഒന്ന് ഇളക്കിയിട്ട് ക്യാരറ്റും പൊട്ടറ്റോയും ഇടാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ഇടാം. അതും ഒന്ന് ഇളക്കിയിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഗരം മസാല, ശകലം ഉപ്പ്, അര കപ്പ് വെള്ളം. പിന്നെ ഇളക്കുക, നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അടച്ചു വെച്ചിട്ട് 3 വിസില് കേൾപ്പിക്കാം. മൂന്ന് വിസില് കേട്ട് കഴിഞ്ഞു. കുക്കർ തുറക്കാം. നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഇളക്കി യോജിപ്പിച്ച് ഈ സമയത്ത് ഉപ്പുണ്ടോ, ഉപ്പില്ലെങ്കിൽ കുറച്ച് കൂടി ഉപ്പ് ആഡ് ചെയ്തിട്ട് ലാസ്റ്റ് ബ്രൊക്കോളി ഇടുക. ബ്രൊക്കോളി അധികം വേവാൻ പാടില്ല, അതുകൊണ്ടാണ് ലാസ്റ്റ് ഇടുന്നത്. ബ്രൊക്കോളി ഇട്ടതിന് ശേഷം 5 മിനിറ്റ്സ് സിമ്മിലിട്ട് വേവിക്കുക. കൂടുതൽ വെന്ത് പോകരുത്. വെന്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം പോകും. അതുകൊണ്ടാണ് ലാസ്റ്റ് തന്നെ ബ്രൊക്കോളി ഇടുന്നത്. അതിനുശേഷം തേങ്ങാപ്പാൽ പൊടി കലക്കി ഒഴിക്കുകയാണ്. അതിനുശേഷം എടുത്തു വെച്ച മല്ലിയില ഇടുക. അതിനുശേഷം അത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് 1/2 ടീസ്പൂൺ സോയാ സോസും 1/2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ഇട്ട് അതിനെ ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഈസി ആൻഡ് ഹെൽത്തി ബ്രൊക്കോളി കറി റെഡിയായി കഴിഞ്ഞു. സെർവ് ചെയ്യാം.
നല്ല ചൂടോടെ തന്നെ അപ്പത്തിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും ഇടിയപ്പത്തിൻ്റെ കൂടെ ആയാലും അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ആയാലും നല്ലതുപോലെ കഴിക്കാൻ നല്ലൊരു റെസിപ്പിയാണിത്.